ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈം. ഇന്ന് നമ്മൾ വീണ്ടും വോഡ്കയിൽ കുറച്ച് കോക്ടെയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. എല്ലാവരും ചോദിക്കുമ്പോൾ എന്താ വോഡ്കയിൽ മാത്രം ഉണ്ടാക്കുന്നത്, മറ്റുള്ള മദ്യത്തിൽ ഉണ്ടാക്കാം. പക്ഷേ ഒറിജിനലിൽ വോഡ്ക കിട്ടിയത് കൊണ്ട് മാത്രം നമ്മൾ വോഡ്ക ഒന്ന് പ്രൊമോട്ട് ചെയ്യുകയാണ് കേട്ടോ. വോഡ്കയ്ക്ക് നമ്മൾ പറഞ്ഞല്ലോ സീറോ ഷുഗറാണ്, അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ഒതൻറ്റിക് സ്റ്റൈല് കോക്ടെയിൽ നമ്മൾ ചെയ്യണില്ല. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയേണ്ട നമ്മുടെ മുൻപ് ചെയ്തിരിക്കുന്ന 3-4 എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഇപ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യണം. ഒതൻറ്റിറ്റി സ്റ്റൈൽ നമുക്ക് ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ നമ്മളൊരു ഇന്ത്യൻ ടച്ചോട് കൂടി കോക്ടെയിൽ റഷ്യൻ വോഡ്ക ഉപയോഗിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും സസ്പെൻസ്. എല്ലാവരും അതിനെ അപ്രിസിയേറ്റ് ചെയ്യും. താങ്ക് യു. അപ്പോൾ നമുക്കിന്ന് വീണ്ടും ഉണ്ടാക്കുകയാണ്. നമ്മൾ ജിഞ്ചർ ലെമൺ ഹണി വോഡ്ക ഒന്ന്, ദെൻ പേരയ്ക്ക അതും നമ്മൾ നാച്ചുറലാണ്, നമുക്ക് വാങ്ങാൻ ഡ്രിങ്ക്സ് വാങ്ങിയിട്ടും വി ഡോണ്ട് യൂസ് ദാറ്റ് വൺ. ദെൻ അഗൈൻ ഇതുണ്ട് നമുക്ക് പാഷൻ ഫ്രൂട്ട്, ഹോം മെയ്ഡാണ്. ആ പാഷൻ ഫ്രൂട്ടും കൂടി നമ്മൾ അടിക്കുക. അപ്പം വീണ്ടും 3 കോക്ടെയിൽ ഉണ്ടാക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ജിഞ്ചർ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ജിഞ്ചർ ജ്യൂസ് 15 ml, അത്ര കട്ടിയില്ല കേട്ടോ. 15 ml. ദെൻ സെയിം ഞാൻ ഹണിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓപ്ഷനുണ്ട്, നിങ്ങൾക്ക് സിറപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ദെൻ ഒരു ഐസ് ക്യൂബ് ഉണ്ട് കേട്ടോ. ദെൻ ലെമൺ ജ്യൂസ്. Then we get to for vodka. Same 15 ml. To measure spoon ഉണ്ടെങ്കിൽ മതി, പക്ഷേ it's easy to pour. Very nice. ആണെങ്കിൽ നമുക്കൊരു മിൻറ്റ് ഗാർണിഷ് കൊടുക്കാം. പക്ഷേ നമ്മളിത് ഷുഗർ നമ്മൾ ഗാർണിഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് നൈസ്. ലാസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ദെൻ അപ്പോൾ ജിഞ്ചർ ഹണി വോഡ്ക ലെമൺ. ദറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഗുവ അല്ലെങ്കിൽ പേരയ്ക്ക എടുക്കാം കേട്ടോ. പേരയ്ക്ക ഇതും നമ്മൾ റെഡിമെയ്ഡ് ബോട്ടിൽ നമുക്ക് വാങ്ങിയിട്ടും വി ഡോണ്ട് യൂസ് ദാറ്റ് വൺ. ഓൺലി പ്യൂരെ. നമ്മൾ നല്ല പേരയ്ക്ക എടുത്തിട്ട് നന്നായിട്ട് പ്യൂരെ ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുത്തു കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ കേട്ടോ. നമുക്ക് പ്യൂരിയാണ്. ഇത് നല്ല കട്ടിയിൽ കിടക്കും കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് വരും. ഇത് 15 ml 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ദെൻ ഇനി വോഡ്ക 15 ml. അല്പം ഹണി മതി കേട്ടോ. ഹണി ഒരു ടീസ്പൂൺ, അതായത് 5 ml. അല്പം ഐസ് ക്യൂബ്. കുറച്ച് വെള്ളം ഞാൻ ഉപയോഗിക്കുന്നു കേട്ടോ, കാരണം ഇറ്റ്സ് പ്യൂരി അല്ലേ. കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്യണം. സോറി. നമുക്ക് ഷേക്കർ ഉണ്ടെങ്കിൽ ഷേക്ക് ചെയ്ത് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് പാഷൻ ഫ്രൂട്ട് ഞാനത് 60 ml എടുത്തിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടിൽ നമ്മൾ സ്വീറ്റ് വേണ്ട കേട്ടോ. അല്പം ലൈറ്റ് സവറാണ്. നമുക്ക് അതിൽ തണുപ്പിന് വേണ്ടി നമുക്ക് $15 ml വെള്ളം ഒഴിച്ചു. ഹണി വേണമെങ്കിൽ കുറച്ച് ഹണി ചേർക്കാം കേട്ടോ. നമുക്ക്
അത് നമ്മുടെ ലോക്കൽ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന അതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ 3 കോക്ടെയിലും റെഡിയാണ്. ഇത് മുൻപ് പറഞ്ഞ പോലെ ജിഞ്ചർ, ഗുവ അല്ലെങ്കിൽ പേരയ്ക്ക, പാഷൻ. അപ്പോൾ തീർച്ചയായും ഇങ്ങനത്തെ ഐറ്റങ്ങൾ നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കുക. ഇത് വീണ്ടും ഞാൻ പറയുന്നത്, ഇത് മദ്യപാനികൾക്കുള്ള ഒരു ചാപ്റ്ററാണ്. ഇഫ് യു ഡോണ്ട് ലൈക്ക് റിമൂവ് ദാറ്റ് വൺ. നമ്മൾ ഫുഡായിട്ടുള്ള കൂടുതൽ ഐറ്റം നമ്മൾ അടിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളൊന്ന് കാണണം. നമ്മുടെ ചാനലിൽ കൂടുതൽ ഫുഡ് ഐറ്റങ്ങളും ഉണ്ട്. തീർച്ചയായും കാണാം, നിങ്ങളുടെ അഭിപ്രായം പറയാം. താങ്ക് യു യുവർ സപ്പോർട്ട്. ബൈ സജീസ് ഫ്ലവർ ടൈം.